നമസ്കാരം. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന സെഷൻസ് കോടതി നിലപാട് വസ്തുതാവിരുദ്ധമാണെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു. അതിക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും അന്വേഷണത്തിന്റെ SITക്ക് ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിജീവിതയുടെ മൊഴി വിശദമായി പരിഗണിക്കുന്നതിൽ സെഷൻസ് കോടതി പരാജയപ്പെട്ടു. പരാതി നൽകുവാൻ വൈകിയത് മുൻകൂർ ജാമ്യം നൽകുവാനുള്ള കാരണമല്ലെന്നും സർക്കാർ വാദിക്കുന്നുണ്ട്. മനസ്സർപ്പിക്കാതെയാണ് സെഷൻസ് കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. പരാതി നൽകുവാൻ വൈകുന്നതിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും ഹർജിയിലുണ്ട്. അതേസമയം മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കുട്ടൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ജനുവരി 22 മാറ്റി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ സെഷൻസ് കോടതി സമീപിച്ചത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായും പ്രോസിക്യൂഷൻ ഇന്ന് വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് വിശദമായ വാദത്തിനായി കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. ജനുവരി 11 കാനഡയിലുള്ള NRI യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹം വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് MLAക്കെതിരെയുള്ളത്. നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ കഴിയുന്നത്. ഇതിന്റെ മറ്റു 2 ബലാത്സംഗ കേസുകളും രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റന്നാൾ അപേക്ഷയിൽ വാദം കേൾക്കുവാനാണ് മാറ്റിയിരിക്കുന്നത്. SITയുടെ റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. മറ്റന്നാൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SIT ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനാലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. അതിജീവിതയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന വാദമാണ് രാഹുൽ അപേക്ഷയിൽ ഉന്നയിച്ചത്. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്വേഷണത്തോടെ രാഹുൽ സഹകരിക്കുന്നില്ലെന്ന വിവരം വാദം നടക്കുമ്പോൾ തന്നെ കോടതി അറിയിക്കുവാനാണ് പ്രോസിക്യൂഷൻ നീക്കം. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുൽ മാങ്കുട്ടൽ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിച്ചത്. രാഹുലിനെതിരെ നിരന്തര പരാതികൾ ഉയരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയായിരുന്നു. ലൈംഗിക പീഡന പരാതിയിൽ മറ്റു 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി അറിയിച്ചു. 2 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ കെട്ടിച്ചമച്ച കേസാണെന്നും എല്ലാം പരസ്പര സമ്മതപ്രകാരമായിരുന്നുവെന്നുമുള്ള രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറിന്റെ വാദമുയർന്നത്. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം കോടതി അറിയിക്കുകയായിരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു.